വെൽക്കം ടു ആഷ്യൻ ക്രിയേറ്റീവ്. ഫോട്ടോഷോപ്പിൻ്റെ ട്യൂട്ടോറിയൽസ് നമ്മൾ യൂട്യൂബ് നോക്കുകയാണെങ്കിൽ ഒരുപാട് നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ അതൊന്നും കംപ്ലീറ്റ് ആവാറില്ല. ഫോട്ടോഷോപ്പിൻ്റെ തുടക്ക വശങ്ങളും അതിൻ്റെ ടൂൾസും ഒക്കെ പറഞ്ഞ് ആ വീഡിയോകൾ അവസാനിക്കുന്നു. എന്നാൽ ഞാൻ ഇവിടെ ഉദ്ദേശിക്കുന്നത് ഫോട്ടോഷോപ്പിൻ്റെ ബേസിക് മുതൽ അഡ്വാൻസ് വരെയുള്ള ഒരു സീരീസാണ്. 100ഓളം എപ്പിസോഡുകൾ അതിലുണ്ടായിരിക്കും. അപ്പോൾ ആ വീഡിയോകൾ കണ്ടും അത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്തും സപ്പോർട്ട് ചെയ്യുമല്ലോ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് എപ്പിസോഡിലേക്ക് കടക്കാം. എന്ന് പറയുന്നത് ഫോട്ടോഷോപ്പിൻ്റെ ഇൻട്രൊഡക്ഷനെ കുറിച്ചും പിന്നെ അതിലെ ഇൻ്റർഫേസിനെ കുറിച്ചുമാണ്. ആദ്യമായി നാം പറയുന്നത് എന്താണ് ഫോട്ടോഷോപ്പ്. ഫോട്ടോഷോപ്പ് എന്ന് പറയുന്നത് ഒരു എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ ആണ്. പിക്സൽ ബൈ പിക്സൽ ഒരു ഇമേജിനെ ഉണ്ടാക്കാനും അതുപോലെ ആ ഇമേജിനെ എഡിറ്റ് ചെയ്യാനും ഉപയോഗിക്കുന്ന ഒരു പ്രോഗ്രാമാണ്, ഒരു സോഫ്റ്റ്വെയർ ആണ് അഡോബ് ഫോട്ടോഷോപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടാവും, എന്താണ് പിക്സൽ എന്നത്. പിക്സൽ എന്ന് പറഞ്ഞാൽ ഒറ്റ കളറുള്ള ഒരു ബോക്സാണ്. ഇവിടെ സ്ക്രീൻ നോക്കിയാൽ നിങ്ങൾക്ക് കുറേ സ്ക്വയർ കാണാൻ കഴിയും. ഒരു സ്ക്വയറിൽ ഒറ്റ കളർ മാത്രമേ ഉള്ളൂ. ഇതൊരു ബ്ലൂ കളർ ആണെങ്കിൽ അതിൻ്റെ തൊട്ടടുത്തുള്ള കളർ അതിലേറെ ഡാർക്കാണ്. പിന്നെ താഴത്തോട്ട് വന്നാൽ അതിലേറെ ലൈറ്റായ കളറാണ് ഉള്ളത്. ഇതുപോലെ ഓരോ സ്ക്വയർ ബോക്സിനെയാണ് പിക്സൽ എന്ന് പറയുന്നത്. ഇതുപോലെ ഒരുപാട് കളർ പിക്സലുകൾ ചേർന്നിട്ടാണ് ഒരു ഇമേജ് ഉണ്ടാവുന്നത്. ഇവിടെ മനോഹരമായ ഒരു കാറ് കാണാൻ കഴിയുന്നുണ്ട്. ഇതുപോലെ പിക്സലുകൾ ചേർന്ന് ക്രിയേറ്റ് ആവുന്ന ഇമേജുകളെ എഡിറ്റ് ചെയ്യാനും ഇതുപോലെ ഇമേജുകളെ ക്രിയേറ്റ് ചെയ്യാനും ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയറാണ് അഡോബ് ഫോട്ടോഷോപ്പ് എന്ന് പറയുന്നത്. മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നമ്മൾ കാണുന്ന എല്ലാ ഇമേജുകളും പിക്സലുകൾ ചേർന്നിട്ടാണ് ക്രിയേറ്റ് ആവുന്നത്. അപ്പോൾ ആദ്യം നാം മനസ്സിലാക്കേണ്ടത്, ഒരുപാട് പിക്സലുകൾ ചേർന്നിട്ടാണ് ഒരു ഇമേജ് ക്രിയേറ്റ് ആവുന്നത്. ആ ഒരു ഇമേജ് എഡിറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ ആണ് അഡോബ് ഫോട്ടോഷോപ്പ് എന്ന് പറയുന്നത്. ഇതുപോലെ പിക്സലുകൾ ചേർന്ന് വരുന്ന ഇമേജിനെ റാസ്റ്റർ ഇമേജ് എന്ന് വിളിക്കുന്നു. അതുപോലെ വേറൊരു ഇമേജാണ് വെക്ടർ ഇമേജ്. അത് അഡോബ് ഇല്ലസ്ട്രേറ്ററിലാണ് ഉള്ളത്. ഫോട്ടോഷോപ്പ് ആദ്യമായി ഓപ്പൺ ചെയ്യുമ്പോൾ ഇതുപോലെയുള്ളൊരു ഇൻ്റർഫേസ് ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. ഇവിടെ മുകളിൽ മെനു ബാർ കാണാൻ പറ്റും. ഇവിടെ താഴെ ന്യൂ ഫയൽ എന്നുള്ള ഓപ്ഷൻ ഉണ്ടാവും. അതിന് താഴെ ഓപ്പൺ എന്നുള്ള ഓപ്ഷൻ ഉണ്ടാവും. അതിന് താഴെ ഒരുപാട് ഓപ്ഷനുകൾ നമുക്ക് കാണാൻ കഴിയും. ഇവിടെ ന്യൂ ഫയൽ എന്ന് ക്ലിക്ക് ചെയ്താൽ പുതിയൊരു പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്യാനുള്ള പാനൽ വരുന്നതാണ്. ഇവിടെ കുറേ സെറ്റിങ്സുകളുണ്ട്. ഇതിനെക്കുറിച്ച് പിന്നീടുള്ള ക്ലാസ്സിൽ നമുക്ക് ചർച്ച ചെയ്യാം. ഇപ്പോൾ തൽക്കാലം ഇത് ക്ലോസ് ചെയ്യുകയാണ്. പിന്നെയുള്ളത് ഓപ്പൺ എന്നുള്ള ഓപ്ഷനാണ്. അതിൽ ക്ലിക്ക് ചെയ്താൽ ഏതെങ്കിലും ഒരു ഇമേജ് ഫോട്ടോഷോപ്പിൻ്റെ അകത്തേക്ക് ഓപ്പൺ ആക്കാൻ പറ്റുന്നതാണ്. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രൊജക്റ്റ് ആൾറെഡി വർക്ക് ചെയ്യുന്ന പ്രൊജക്റ്റോ ഓപ്പൺ ആക്കാൻ പറ്റുന്നതാണ്. ഇപ്പോൾ ഞാൻ തൽക്കാലം ക്യാൻസൽ ഓപ്ഷൻ കൊടുക്കുകയാണ്. പിന്നെ നമുക്ക് ഇവിടെ റീസെൻ്റായി വർക്ക് ചെയ്യുന്ന പ്രൊജക്റ്റുകൾ കാണാൻ കഴിയുന്നതാണ്. അതൊക്കെ ഇവിടെ ഡയറക്റ്റ് ക്ലിക്ക് ചെയ്ത് തന്നെ ഓപ്പൺ ആക്കാൻ പറ്റുന്നതാണ്. ഇതാണ് നമ്മൾ ഓപ്പൺ ആക്കുമ്പോൾ ഉള്ള വിൻഡോ. ഇനി പഴയ വിൻഡോയിലേക്ക് തന്നെ പോകുന്നുണ്ടെങ്കിൽ ഇവിടെ ഹോം ബട്ടൺ ഉണ്ടാവും. ആ ഹോം ബട്ടൺ ക്ലിക്ക് ചെയ്താൽ പഴയ വിൻഡോയിലേക്ക് തന്നെ പോകും. ഇനി മെയിൻ വിൻഡോയിലേക്ക് തിരിച്ചു പോകുന്നുണ്ടെങ്കിൽ ഇവിടെ ഫോട്ടോഷോപ്പിൽ ഐക്കൺ ഉണ്ട്. ഇവിടെ ക്ലിക്ക് ചെയ്താൽ മെയിൻ വിൻഡോയിലേക്ക് തന്നെ പോകുന്നതാണ്. അപ്പോൾ തൽക്കാലം നമുക്ക് മെയിൻ വിൻഡോയിലേക്ക് തന്നെ പോകാം. ഇനി നമുക്ക് എങ്ങനെയാണ് ഒരു ഇമേജ് ഓപ്പൺ ആക്കുന്നത് എന്ന് നോക്കാം. അതിനായി നാം ചെയ്യേണ്ടത്, മുകളിലുള്ള മെനു ബാറിൽ ഫയൽ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ആ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഓപ്പൺ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഒരു ഇമേജ് സെലക്ട് ചെയ്യുന്നു, ഓപ്പൺ കൊടുക്കുന്നു. ഇങ്ങനെയാണ് ഒരു ഇമേജ് ഓപ്പൺ ആക്കുന്നത്. നമുക്ക് വേറെ രീതിയിലും ഇമേജിനെ ഓപ്പൺ ആക്കാൻ പറ്റുന്നതാണ്. അതിന് ഫയൽ മാനേജർ പോവുക, ശേഷം ഇമേജ് സെലക്ട് ചെയ്യുക. അതിനുശേഷം റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ അതിൽ ഓപ്പൺ വിത്ത് ഉള്ള ഓപ്ഷൻ ഉണ്ടാവും. അതിൽ അഡോബ് ഫോട്ടോഷോപ്പ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇമേജ് ഓപ്പൺ ആയി വരുന്നതാണ്. അതുമല്ലെങ്കിൽ വേറെ രീതിയിൽ നമുക്ക് ഇമേജിനെ ഓപ്പൺ ആക്കാവുന്നതാണ്. അതിന് ഇമേജിനെ സെലക്ട് ചെയ്ത് ഫോട്ടോഷോപ്പിലേക്ക് ഡ്രാഗ് ചെയ്ത് മൂവ് ചെയ്താൽ മതി. അപ്പോൾ അത് ഓപ്പൺ ആവുന്നതാണ്. പ്രൊജക്റ്റ് ഓപ്പൺ ആക്കണമെന്നുണ്ടെങ്കിൽ പ്രൊജക്റ്റ് സെലക്ട് ചെയ്ത് ഡബിൾ ക്ലിക്ക് ചെയ്താൽ മതി. ഇപ്പോൾ നാം ആദ്യമായി പഠിച്ചത് എങ്ങനെയാണ് ഒരു ഇമേജ് ഫോട്ടോഷോപ്പിൻ്റെ അകത്തേക്ക് ഓപ്പൺ ചെയ്യുന്നത് എന്നാണ്. ഇനി നമുക്ക് ബേസിക് ആയിട്ടുള്ള ഇൻ്റർഫേസിനെ കുറിച്ച് നോക്കാം. ആദ്യം നാം മനസ്സിലാക്കേണ്ടത് മുകളിലുള്ള മെനു ബാറിനെ കുറിച്ചാണ്. ഇവിടെ നമുക്ക് കുറേ മെനൂസ് കാണാൻ പറ്റും. ഫയൽ, എഡിറ്റ്, ഇമേജ്, ലെയർ, ടൈപ്പ്, സെലക്ട്, അങ്ങനെ കുറേ ഓപ്ഷൻസ് കാണാൻ പറ്റും. അങ്ങനെ നമ്മൾ ഫയൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഒരു ഡ്രോപ്പ് ഡൗൺ വരുന്നതാണ്. അതിൻ്റെ അകത്ത് കുറേ ഓപ്ഷൻസ് കാണാൻ പറ്റുന്നതാണ്. ഇപ്പോൾ നമ്മൾ ഫയൽ എടുക്കുന്ന സമയത്ത് പുതിയൊരു പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്യാനുള്ള ന്യൂ എന്ന ഓപ്ഷൻ ഉണ്ട്. അതിന് താഴെ ഓപ്പൺ എന്ന ഓപ്ഷൻ ഉണ്ട്. ഒരു പ്രൊജക്റ്റ് ഓപ്പൺ ആക്കാൻ അല്ലെങ്കിൽ ഒരു ഇമേജ് ഓപ്പൺ ആക്കാൻ ഇതിൻ്റെ അകത്തുകൂടെ പറ്റുന്നതാണ്. പിന്നെ സേവ് ചെയ്യാൻ പറ്റും. അങ്ങനെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. ഇതിൻ്റെയൊക്കെ ഉപയോഗം പിന്നീടുള്ള എപ്പിസോഡുകളിൽ പഠിക്കുന്നതാണ്. പിന്നെ ഇതിൻ്റെ അകത്ത് നമുക്ക് എഡിറ്റ് കാണാൻ കഴിയും, ഇമേജ് കാണാൻ കഴിയും, ലെയേഴ്സ് കാണാൻ കഴിയും. അങ്ങനെ കുറേ മെനൂസ് ഉണ്ട്. ഇപ്പോൾ ലെയർ എടുക്കുന്ന സമയത്ത് കുറേ പ്രോപ്പർട്ടീസ് നമുക്ക് കാണാൻ പറ്റും. ഇതിനൊക്കെ കുറിച്ച് പിന്നീട് ലെയറിനെ കുറിച്ച് പറയുന്ന ഭാഗത്ത് നമ്മൾ പഠിക്കുന്നതാണ്. അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത് ടൂൾ ബാറിനെ കുറിച്ചാണ്. നമുക്ക് ലെഫ്റ്റ് സൈഡിൽ നോക്കുകയാണെങ്കിൽ ടൂൾ ബാർ കാണാൻ പറ്റും. ഇതിനകത്ത് കുറേ ടൂൾസ് കാണാൻ പറ്റും. ഇപ്പോൾ നമുക്കിത് എക്സ്പാൻഡ് ചെയ്യണമെങ്കിലോ, ഇപ്പോൾ ഫുൾ ടൂൾ സ്ക്രീൻ കാണുന്നില്ലെങ്കിൽ ഇവിടെ ഒരു ഐക്കൺ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ രണ്ടായി സ്പ്ലിറ്റ് ആവുന്നതാണ്.
അപ്പോൾ ഫുൾ ടൂൾ സ്ക്രീനിൽ കാണാൻ പറ്റുന്നതാണ്. ഒന്നുകൂടെ ക്ലിക്ക് ചെയ്താൽ പഴയതുപോലെ ആവുന്നതാണ്. ക്ലിക്ക് ചെയ്യുന്നുണ്ട്, അപ്പോൾ പഴയതുപോലെ ആയിട്ടുണ്ട്. അപ്പോൾ ഒന്നുകൂടെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ അത് രണ്ടായി സ്പ്ലിറ്റ് ആവുന്നതാണ്. തൽക്കാലം ഞാൻ പഴയതുപോലെ ആക്കുകയാണ്. അപ്പോൾ അതിനകത്ത് കുറേ ടൂളുകളുണ്ട്. ഇപ്പോൾ ഞാൻ സെലക്ട് ചെയ്തത് മൂവ് ടൂളാണ്. അതിന് താഴെ റെക്ടാങ്കുലർ മാർക്ക് ടൂളാണ്. ഓരോ ടൂളിനെ കുറിച്ചും പിന്നീട് നമ്മൾ പഠിക്കുന്നതാണ്. ഇപ്പോൾ നമ്മൾ തൽക്കാലം ടെക്സ്റ്റ് ടൂൾ എടുക്കുകയാണ്. അപ്പോൾ ടെക്സ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നതാണ്. നമ്മൾ ഏത് ടൂൾ എടുക്കുകയാണെങ്കിലും അതിൻ്റെ ഓപ്ഷൻസ് മെനു ബാറിൻ്റെ താഴെ വരുന്നതാണ്. ഇപ്പോൾ നമ്മൾ ടെക്സ്റ്റ് ടൂൾ എടുത്തതുകൊണ്ട് ടെക്സ്റ്റ് ടൂളിൻ്റെ ഓപ്ഷൻസാണ് വന്നിട്ടുള്ളത്. ഇവിടെ നമുക്ക് ടെക്സ്റ്റിൻ്റെ ഫോണ്ട് മാറ്റാൻ പറ്റും, അതുപോലെ അതിൻ്റെ ഇറ്റാലിക്കോ ബോൾഡോ ലൈൻ ആക്കാൻ പറ്റും, അല്ലെങ്കിൽ സൈസ് മാറ്റാൻ പറ്റും, അല്ലെങ്കിൽ ലെഫ്റ്റ് അലൈൻമെൻറ്റ്, സെൻട്രൽ അലൈൻമെൻറ്റ്, അല്ലെങ്കിൽ റൈറ്റ് അലൈൻമെൻറ്റ് ഒക്കെ ആക്കാൻ പറ്റുന്നതാണ്, അല്ലെങ്കിൽ കളർ മാറ്റാൻ പറ്റുന്നതാണ്. അങ്ങനെ ഓരോ ടൂൾസ് എടുക്കുമ്പോഴും അതിൻ്റെതായ ഓപ്ഷൻസുകൾ മേലെ കാണുന്നതാണ്. ഫോട്ടോഷോപ്പ് 2026 പുതിയ വെർഷൻ ആണെങ്കിൽ അതിൻ്റെ തൊട്ടടുത്ത് അതിൻ്റെ ഓപ്ഷനുകൾ വരുന്നതാണ്. ഇപ്പോൾ ഏത് ടൂളാണ് നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ളത് അതിൻ്റെ ഓപ്ഷൻസ് ആയിരിക്കും മുകളിൽ വരുന്നുണ്ടാവുക. ഉദാഹരണം നമ്മൾ മൂവിങ് ടൂൾ എടുക്കുകയാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള ഓപ്ഷൻസ് ആയിരിക്കും വരിക. നമ്മൾ ക്രോപ്പ് ടൂൾ എടുക്കുകയാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള ഓപ്ഷൻ ആയിരിക്കും വരിക. ഇപ്പോൾ നമ്മൾ ക്രോപ്പ് ടൂൾ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ മുകളിൽ വരുന്നത് അതിൻ്റെ റേഷ്യോ കാര്യങ്ങളായിരിക്കും അതിൻ്റെ മുകളിൽ വരുന്നുണ്ടാവുക. അപ്പോൾ നമ്മൾ മാർക്ക് ടൂൾ എടുക്കുകയാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള ഓപ്ഷൻസ് ആയിരിക്കും വരിക. ഇനി വരുന്നത് ഏത് ടൂളാണ് എടുക്കുന്നത് അതിൻ്റെ ഓപ്ഷൻസ് ആയിരിക്കും മേലെ വരുന്നുണ്ടാവുക. ഇത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. നമ്മൾ നോക്കാൻ പോകുന്നത് പാനൽസിനെ കുറിച്ചാണ്. റൈറ്റ് സൈഡിൽ നോക്കുകയാണെങ്കിൽ കുറേ പാനൽസ് കാണാൻ പറ്റും. ഇവിടെ പ്രോപ്പർട്ടീസ് എന്ന പാനലുണ്ട്, അഡ്ജസ്റ്റ്മെന്റ് എന്ന പാനലുണ്ട്, ലേയേഴ്സ് എന്ന പാനലുണ്ട്, ക്യാരക്ടർ എന്ന പാനലുണ്ട്, പാരഗ്രാഫ് എന്ന പാനലുണ്ട്. പല രീതിയിലാണ് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഈ പാനലുകളൊന്നും കാണുന്നില്ലെന്ന് കരുതുക. ഇത് ചെയ്യേണ്ടത് മുകളിലുള്ള വിൻഡോ എന്നെടുക്കുക, വർക്ക് സ്പേസ് എന്നെടുക്കുക, ആദ്യം ഡിഫോൾട്ട് എന്നുള്ളാക്കുക. ശേഷം മാറ്റമൊന്നും വരുന്നില്ലെങ്കിൽ വർക്ക് സ്പേസ് എടുക്കുക, റീസെറ്റ് എസെൻഷ്യൽസ് എന്ന് കൊടുക്കുക. എല്ലാതും റീസെറ്റ് ആവുന്നതാണ്, ഇതേപോലെ ആവുന്നതാണ്. നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പല പാനലുകളും ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പോൾ ടെക്സ്റ്റിൻ്റെ ഫോണ്ട് മാറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ പ്രോപ്പർട്ടീസ് പാനലുണ്ട്, അഡ്ജസ്റ്റ്മെൻറ്റ്സ് പാനലുണ്ട്, ക്യാരക്ടർ പാനലുണ്ട്, പാരഗ്രാഫ് പാനലുണ്ട്, അങ്ങനെ ഒരുപാട് പാനലുകളുണ്ട്. അപ്പോൾ നമ്മൾ പ്രധാനമായി ഉപയോഗിക്കുന്ന പാനലാണ് ലേയേഴ്സ് പാനൽ എന്നുള്ളത്. ഈ പാനലൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇവിടെ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്താൽ മതി, ഒന്ന് വലുതാക്കാൻ പറ്റുന്നതാണ്. അല്ലെങ്കിൽ പ്രോപ്പർട്ടീസ് എന്ന പാനൽ ക്ലിക്ക് ചെയ്ത് സൈഡിലോട്ടൊന്ന് ഡ്രാഗ് ചെയ്താൽ മതി, അത് നീക്കാൻ പറ്റുന്നതാണ്. അങ്ങനെ ഇതൊക്കെ നമുക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റുന്നതാണ്. ഒരു പുതിയ പാനൽ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വിൻഡോയിൽ പോവുക. ഇപ്പോൾ നമുക്ക് വേണമെങ്കിൽ കളർ എന്ന പാനൽ സെലക്ട് ചെയ്യാം. ഇപ്പോൾ നമ്മൾ കളർ പാനൽ ഇവിടെ ആഡ് ചെയ്യുന്ന സമയത്ത് ഇവിടെ ആഡ് ആയത് കാണാം. അതിൻ്റെ അപ്പുറത്ത് തന്നെ നമുക്ക് സ്വിച്ചസ് പാനലുണ്ട്, അതേ ഗ്രേഡിയൻ്റ് പാനലുണ്ട്. അങ്ങനെ നമുക്ക് അത് ചേഞ്ച് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത് പോകണമെന്നുണ്ടെങ്കിൽ സൈഡിലുള്ള ആരോ ക്ലിക്ക് ചെയ്താൽ അത് പോകുന്നതാണ്. ഇനി നമുക്കത് സ്വിച്ച് ചെയ്യുകയാണെങ്കിൽ അത് വരുന്നതാണ്. ഇനി നമുക്കത് പോകണമെന്നുണ്ടെങ്കിൽ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ക്ലോസ് ടാബ് ഗ്രൂപ്പ് എന്നുള്ള ഓപ്ഷൻ കൊടുത്താൽ അത് പോകുന്നതാണ്, അല്ലെങ്കിൽ മിനിമൈസ് ചെയ്താൽ അത് പോകുന്നതാണ്. ഇവിടെ ഒരു പാനലുണ്ട്. ആ പാനൽ എപ്പോഴും എക്സ്പാൻഡായി കിടക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ആരോ ക്ലിക്ക് ചെയ്താൽ മതി. ഇനി പഴയതുപോലെ ആവണമെന്നുണ്ടെങ്കിൽ അത് ഒന്നും കൂടെ ക്ലിക്ക് ചെയ്താൽ മതി. അതുപോലെ അപ്പുറത്തുള്ള പാനൽ മിനിമൈസ് ആക്കണമെന്നുണ്ടെങ്കിൽ ആ ആരോ ക്ലിക്ക് ചെയ്താൽ മതി, സൈഡിലുള്ള ആരോ ക്ലിക്ക് ചെയ്താൽ മതി. ഇനി പഴയതുപോലെ എക്സ്പാൻഡ് ആവണമെന്നുണ്ടെങ്കിൽ ആ ആരോയിൽ ഒന്നുകൂടെ ക്ലിക്ക് ചെയ്താൽ മതിയാവും. ഇനി നമുക്ക് ഇനിയും ചെറുതാക്കണമെന്നുണ്ടെങ്കിൽ ഒന്ന് ഡ്രാഗ് ചെയ്താൽ മതിയാവും. അങ്ങനെ നമുക്കിത് ഫുള്ളായിട്ട് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് അത് ക്ലിക്ക് ചെയ്താൽ ഓപ്പൺ ആവുന്നതാണ്. ഇപ്പോൾ നമുക്ക് തൽക്കാലം ഇത് വലുതാക്കാം. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ അതൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതൊക്കെ നമുക്ക് പഴയ പോലെ സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വിൻഡോ എടുക്കുക, വർക്ക് സ്പേസ് എടുക്കുക, റീസെറ്റ് എസെൻഷ്യൽസ് എന്നുള്ള കൊടുക്കുക. അപ്പോൾ ഇതെല്ലാം റീസെറ്റ് ആയിട്ടുണ്ട്, എല്ലാം പഴയതുപോലെ ആയിട്ടുണ്ട്. അങ്ങനെ ഇഷ്ടമുള്ള സ്ഥലത്ത് നമുക്ക് ഈ പാനൽ ഡ്രാഗ് ചെയ്ത് ആഡ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നമ്മൾ വിൻഡോ എടുക്കുക, പാരഗ്രാഫ് എടുക്കുക, എന്നിട്ട് നമുക്ക് ഡ്രാഗ് ചെയ്ത് ഇഷ്ടമുള്ളിടത്ത് ആഡ് ചെയ്യാവുന്നതാണ്, അല്ലെങ്കിൽ ഇഷ്ടമുള്ളിടത്തേക്ക് അറേഞ്ച് ചെയ്ത് വെക്കാവുന്നതാണ്. അങ്ങനെ സിമ്പിളായി ആഡ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ സിമ്പിളാണ്. ജസ്റ്റ് ഇവിടെ മൗസ് കൊണ്ടുവച്ച് ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് വലുതാക്കുകയും ചെറുതാക്കുകയൊക്കെ ചെയ്യാം. ഇതൊക്കെ നമ്മൾ ആവശ്യാനുസരണമാണ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ അറിയേണ്ട കാര്യം ക്യാൻവാസ് ആണ്. എന്താണ് നമ്മളുടെ മെയിൻ ക്യാൻവാസ് എന്ന് പറഞ്ഞാൽ? ഇതിൻ്റെ അകത്താണ് നമ്മൾ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. നമ്മൾ ഏത് പ്രൊജക്റ്റാണ് ഓപ്പൺ ആക്കിയിട്ടുള്ളത് അതിൻ്റെ പേര് മുകളിൽ കാണാൻ പറ്റുന്നതാണ്. ഒരു പ്രൊജക്റ്റാണ് ഓപ്പൺ ആക്കുന്നുണ്ടെങ്കിൽ പ്രൊജക്റ്റിൻ്റെ പേര് കാണിക്കുന്നതാണ്. ജസ്റ്റ് ഒരു ഇമേജാണ് ഓപ്പൺ ആക്കിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പേരും അവിടെ കാണിക്കുന്നതാണ്. ഇപ്പോൾ നമ്മൾ സേവ് ചെയ്യുമ്പോൾ അത് PST ആയിട്ടായിരിക്കും സേവ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ സേവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫയലിൽ പോയിട്ട് സേവ് എന്നുള്ള ഓപ്ഷൻ കൊടുക്കാവുന്നതാണ്. ഇതിനെക്കുറിച്ച് പിന്നീടുള്ള എപ്പിസോഡുകൾ നമ്മൾ പഠിക്കുന്നതാണ്. ഇപ്പോൾ നമുക്ക് പ്രൊജക്റ്റ് ഓപ്പൺ ആക്കണമെന്നുണ്ടെങ്കിലോ ഫയലിൽ പോയിട്ട് ഓപ്പൺ കൊടുത്തിട്ട് പ്രൊജക്റ്റ് സെലക്ട് ചെയ്തിട്ട് ഓപ്പൺ ആക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മൾ ഓൾറെഡി ചെയ്ത ചെറിയ പ്രൊജക്റ്റാണ്, അതുകൊണ്ടാണ് പ്രൊജക്റ്റ് 1 എന്നുള്ള PST ഫയൽ ഓപ്പൺ ആയിട്ടുള്ളത്. ഇതിനകത്ത് പല ടാബുകളിലായിട്ടായിരിക്കും പ്രൊജക്റ്റുകൾ ഓപ്പൺ ആയിരിക്കുക.